ആരവ് സാറിനെ കാണാറില്ല. എന്നാൽ ഇടയ്ക്ക് കണ്ടാലും ഒന്നും മിണ്ടാതെ അങ്ങ് പോകും. മുഖത്ത് എപ്പോഴും ഗൗരവം തന്നെയാണ്. എന്നാൽ പിന്നീട് എപ്പോഴോ അതിന് മാറ്റമുണ്ടാവാൻ തുടങ്ങി. കാണുമ്പോൾ ചെറുതായി ഒരു ചിരി കാണാം. മുഖത്ത് നേരത്തെയുള്ള ദേഷ്യമില്ല. മോളെ മഹി, മോൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. എന്താ അമ്മേ കാര്യം? മോളെ, അത് ഇന്ന് എല്ലാവരും കൂടി ഒന്ന് തറവാട്ട് ക്ഷേത്രത്തിൽ പോകാമെന്ന് കരുതി. കുറേയായി അങ്ങോട്ട് പോയിട്ട്. മോളും കൂടി ഉണ്ടെങ്കിൽ അതാ ഞാൻ ചോദിച്ചത്. ആദ്യമൊന്ന് നിർത്തിയെങ്കിലും അമ്മ നിർബന്ധിച്ചപ്പോൾ വരാമെന്ന് സമ്മതിച്ചു. മഹി, ദേ ഇന്ന് മോളൊന്ന് ഫ്രഷായി ദേ ഈ സാരി ഉടുത്തിട്ട് വാ. അതും പറഞ്ഞ് അമ്മ എൻ്റെ നേരെ ഒരു സാരി വെച്ച് തന്നു. ഞാൻ അതും വാങ്ങിപ്പോയി റെഡിയായി വന്നു. സാരി ഉടുത്തു വന്നതും ചെന്നുപെട്ടത് ആ കടുവയുടെ മുന്നിൽ. എന്നെ ആ വേഷത്തിൽ കണ്ടപ്പോൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു. ഞാനത് കാര്യമാക്കാതെ അമ്മയ്ക്കരികിലേക്ക് പോയി. ഒരുപാട് നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഇവിടേക്ക് അധികം ആരും വരാറില്ലെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ചേച്ചി നന്നായി പ്രാർത്ഥിച്ചോ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാ വരപ്രസാദിനി. നന്നായി മനമുരുകി പ്രാർത്ഥിച്ചോ. അച്ചു അത് പറഞ്ഞപ്പോൾ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടെത്തണം. കണ്ണടച്ചു നിന്ന് നന്നായി പ്രാർത്ഥിച്ചു. ആഹാ, പ്രതാപ് സാറിൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞോ? ഞങ്ങളെ അറിയിച്ചില്ലല്ലോ. എന്തായാലും കുട്ടിയോൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. ഇനിയും ഒത്തിരി കാലം രണ്ടാളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ. അതും പറഞ്ഞ് തിരുമേനി എൻ്റെയും ആ കടുവയുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ പതിയെ ആ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ എന്നിൽ തന്നെ തറച്ചു നിൽക്കുന്നത് കണ്ട് ഞാൻ നോട്ടം പിൻവലിച്ചു. എല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും തിരിച്ചപ്പോൾ സമയമേറെയായിരുന്നു. ഇന്നിനി വീട്ടിൽ പോണോ മോളെ? നേരെ ഒത്തിരി ആയില്ലേ? നാളെ രാവിലെ പോയാൽ പോരെ? ശരിയാ ചേച്ചി, നാളെ പോയാൽ പോരെ? എനിക്ക് ചേച്ചിയുടെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അമ്മ പറഞ്ഞതിന് അച്ചുവും അനുകൂലിച്ചു. എന്നാൽ വീട്ടിലെ കാര്യം അറിയാവുന്നതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഒരിക്കലും അങ്ങോട്ട് കയറാൻ പറ്റിയില്ലെങ്കിലോ? അത് സാരമില്ലമ്മേ. വീട്ടിലെ അമ്മയും അനിയനും ഒറ്റയ്ക്കാണ്. അവർ എന്നെയും കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ചെല്ലാതെ അപ്പു ഉറങ്ങില്ല. അതുകൊണ്ട് സാരമില്ല. എന്നെ ആ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയാൽ മതി. ഞാൻ പൊക്കോളാം. എന്നാൽ ശരി മോള്, ബസ്സിന് പോകണ്ട. കാലം മോശ. മനു, നീ ഞങ്ങളെ വീട്ടിലിറക്കിയിട്ട് മോളെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വാ. അത് പറഞ്ഞപ്പോൾ ആ മുഖത്ത് ഒരു ചിരി വിരിയുന്നുണ്ടായിരുന്നു. ഹലോ ചേച്ചി, ഇത് എവിടാ? എത്ര നേരമായി? ചേച്ചി ഇങ്ങോട്ട് വരണില്ലേ? അമ്മ ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നുണ്ട്. അപ്പു, ഇതാ ചേച്ചി വന്നോണ്ടിരിക്കുക. ഇപ്പോൾ എത്തും. ഇന്ന് ഇറങ്ങാൻ വൈകി. അതാ മോൻ അമ്മയോട് പറഞ്ഞേക്ക്. ഒരു 10 മിനിറ്റ് ചേച്ചി എത്തി. ബേബി, ഇനി എന്തോ അമ്മയുടെ വക. വീടെത്തുന്നത് വരെയും ആരവ് സാർ ഒന്നും തന്നെ മിണ്ടിയില്ല. എന്നാൽ ആ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇടയ്ക്ക് എന്നെ നോക്കി ചിരിക്കാനും മറന്നില്ല. സാറ് പോയിക്കോ, നേരെ ഒരുപാടായില്ലേ. അതും പറഞ്ഞ് ഞാൻ കാറിൽ നിന്നിറങ്ങി. സാറ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് നടന്നു. അമ്മ, ദാ ചേച്ചി വന്നു. അതും പറഞ്ഞ് അപ്പു എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ അപ്പുവിനെയും കൂട്ടി അകത്തേക്ക് കാലു വെച്ചതും ഒരൊച്ച കേട്ടു. നോക്കിയപ്പോൾ അമ്മ. അപ്പു, അകത്ത് കയറിപ്പോ. എന്താ അമ്മേ? എന്താ അമ്മേ എന്നോട് പോകാൻ പറഞ്ഞത്? പോടാ അകത്ത്. എവിടെയായിരുന്നടി അസത്തെ ഇത്ര നേരം? മണി 11 എവിടെ കറങ്ങി നടക്കുമായിരുന്നു നീ? ആഹാ, തമ്പുരട്ടി പോയ വേഷത്തിലല്ലല്ലോ തിരിച്ചു വന്നേക്കുന്നത്. ഇതേതവൻ വാങ്ങി തന്നതടി? ആരെയാ നീ മയക്കി വെച്ചിരിക്കുന്നത്? അമ്മേ മതി, നിർത്ത്. അമ്മ പറയുന്ന അശീല വാക്കുകൾ എപ്പോഴും ഞാൻ കേട്ടു നിന്നൊന്നും വരില്ല. അത് പറഞ്ഞതും അമ്മയുടെ കൈ എൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. നിർത്തടി അസത്തെ, നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. കണ്ടടം നിറങ്ങി വന്നതും പോരാ. മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ കഴിയാം. നിന്റെ അഴിഞ്ഞാട്ടമൊന്നും ഇവിടെ നടക്കില്ല. മര്യാദയ്ക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം. അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. മഹിത, ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരവ് സാർ. എൻ്റെ ദേവി, സാർ പോയില്ലായിരുന്നോ? ഇനി ഇവിടെ നമുക്ക് കണ്ടു കാണൂ. സാർ പോയില്ലായിരുന്നോ? അത് ദേ താൻ ഈ കവർ കാറിൽ വെച്ച് മറന്നു. അത് തരാൻ വന്നതാ. അതും പറഞ്ഞ് എൻ്റെ നേർക്ക് ഒരു കവർ നീട്ടി. ഞാനത് വാങ്ങി. എൻ്റെ ഡ്രസ്സായിരുന്നു അതിൽ. എന്നാൽ ശരി സാർ, പോയിക്കോ. നേരെ ഒത്തിരിയായി. ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വന്നോളാം. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് ആരവ് സാർ പോയി. ഞാൻ അകത്തേക്ക് കയറി. അമ്മയും അപ്പുവും അപ്പോഴേക്കും കിടന്നു.
ഞാൻ വാതിലടച്ച് മുറിയിൽ കയറി. ഇവിടെ നടന്നതൊക്കെ സാറ് കണ്ടു കാണോ? എന്തായാലും നാളെ അറിയാം. എൻ്റെ ദേവി കാക്കണേ. അതും പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ കിടന്നു. രാവിലെ എഴുന്നേറ്റത് കുറച്ച് വൈകിയാണ്. വേഗം തന്നെ റെഡിയായി ഇറങ്ങി. മഹി മോളെ. പിന്നിൽ നിന്നുള്ള വിളി കേട്ട് നോക്കിയപ്പോൾ അമ്മ എന്നെ മോളെ എന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ട് നാളുകളായി. ആ മോളെ എന്ന് വിളിക്കുമ്പോൾ അതിനു മുന്നിൽ വേറെ പല പേരും ഉണ്ടാകാറുണ്ട്. മോളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. മോൾ വാ. ഇല്ല, ഇത് വേറെന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. മോളെ വാ, കഴിക്കാം. വേണ്ടമ്മേ, ഇപ്പം തന്നെ വൈകി, എനിക്ക് പോകാൻ നേരമായി. അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മഹി, നീ ഈ കപട സ്നേഹത്തിൽ വീഴരുത്. അവരിപ്പോൾ നിന്നോട് ഈ സ്നേഹം കാണിക്കുന്നതിൽ എന്തോ കാര്യമുണ്ട്. അവർക്ക് വേണ്ടി നീ ഇനിയും നിൻ്റെ ജീവിതം കളയരുത്. അതിൽ സത്യമില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു കാറ് വന്ന് എൻ്റെ മുന്നിൽ വന്ന് നിന്നു. നോക്കിയപ്പോൾ ആരവ് സാർ. മഹി വാ, ഞാൻ വീട്ടിലേക്കാണ്, നീ കയറിക്കോ. കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടുവ ദേഷ്യപ്പെട്ടാലോ? അതുകൊണ്ട് ഒന്നും പറയാതെ ഞാൻ കാറിൽ കയറി. കടുവയോട് എന്തെങ്കിലും മിണ്ടാനുള്ള പേടി കാരണം ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് തന്നെ ആരവ് സാർ വണ്ടി ഒതുക്കി നിർത്തി കാറിൽ നിന്നിറങ്ങി. അത് കണ്ട് ഒപ്പം ഞാനും ഇറങ്ങി. ആരവ് സാർ, എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയത്? എന്താ സാർ? മഹി, നീ ഈ സാർ എന്ന വിളി ഒഴിവാക്കണം. അച്ചു വിളിക്കുന്നത് പോലെ മനുവേട്ടൻ വിളിച്ചാൽ മതി. അത് പിന്നെ ഞാനെങ്ങനെ സാറിനെ... മഹിത, നീ കൂടുതലൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി. ഇനി ഈ സാറ് വിളി കേട്ടാലുണ്ടല്ലോ. ശരി സാർ. അല്ല മനുവേട്ട, പിന്നെ ഇന്നലെ എന്തിനാ നിന്നെ അമ്മ തല്ലിയത്? മനുവേട്ടൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇന്നലെ എല്ലാം കണ്ടുവന്ന്. ഈ കടുവയുടെ എന്താ ഇപ്പം പറയാ? അത് പിന്നെ മനുവേട്ട, ഒന്നുമില്ല. ഇന്നലെ ഞാൻ ലേറ്റായി ചെന്നതുകൊണ്ട് അമ്മ തല്ലിയത്. ഇന്നലെ നിൻ്റെ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അത് ലേറ്റായതുകൊണ്ടാണോ? അത് പിന്നെ മനുവേട്ട, അമ്മ അങ്ങനെയാണ്, ആവശ്യമില്ലാതെ വഴക്ക് പറയും, അല്ലാതെ വേറൊന്നുമില്ല. പറഞ്ഞു തീർന്നതും ആ കൈ എൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. മഹി മോളെ, നീ ആരോട് കള്ളം പറഞ്ഞാലും എന്നോട് നീ കള്ളം പറയാൻ നോക്കണ്ട. നിന്നെ ഞാൻ ആദ്യമായി കണ്ടേ അന്ന് നിൻ്റെ മുഖത്തൊരു തെളിച്ചമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിൻ്റെ മുഖത്തതില്ല. എനിക്ക് അപ്പോഴേ തോന്നിയതാണ് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇന്നലെ നിൻ്റെ അമ്മയുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്കത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് പൊന്നുമോൾ വെറുതെ കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. നല്ല കുട്ടിയായി മര്യാദയ്ക്ക് പറഞ്ഞു. ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ നടന്നതെല്ലാം മനുവേട്ടനോട് പറഞ്ഞു. എനിക്ക് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനായില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനുവേട്ടൻ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മഹി വാ, പോകാം. അതും പറഞ്ഞ് മനുവേട്ടൻ കാറിനടുത്തേക്ക് നടന്നു. ഒപ്പം ഞാനും. പിന്നെ വീടെത്തുന്നതുവരെയും ഞങ്ങൾക്കിടയിൽ മൗനം മാത്രമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമ്മയ്ക്ക് ഓരോ ദിവസം കൂടുന്തോറും സ്നേഹം കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ എനിക്കറിയാം അതെന്നെ കൊല്ലാൻ വേണ്ടിയുള്ളതാണെന്ന്. വസുന്ധരാമ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. എന്നെ കാണുമ്പോൾ മനുവേട്ടൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു ചിരി വിരിയാറുണ്ട്. ആ ദേഷ്യമൊക്കെ ഇല്ലാതായി. ചില നേരത്ത് എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കാണാം. ഇന്ന് അച്ചു ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുകയാണ്. അവളുടെ എക്സാം തുടങ്ങി. അച്ചു പോകുവാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ അവളെ കാണാൻ മുറിയിലേക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്ന് എന്നെ ആരോ പിടിച്ചു വലിച്ച് മുറിയിലേക്കിട്ടു. ഞാനൊന്ന് പേടിച്ചു പോയി. നോക്കിയപ്പോൾ മനുവേട്ടൻ റൂമിൻ്റെ വാതിലടച്ച് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താ എന്താ മനുവേട്ട, എന്തിന് എന്നെ? ഞാൻ പേടിച്ചാണ് ചോദിച്ചത്. മനുവേട്ടൻ എൻ്റെ നേർക്ക് നടന്നു വരുന്നത് കണ്ട് ഞാൻ പുറകിലേക്ക് നടന്നു. താൻ പേടിക്കൊന്നും വേണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടിട്ട് നീ പൊയ്ക്കോ. മനുവേട്ടൻ അത് പറയുമ്പോഴും എൻ്റെ നേർക്ക് അടുത്തു വന്നുകൊണ്ടിരുന്നു. ഭിത്തിയിൽ ചെന്ന് തട്ടിയപ്പോഴാണ് ഇനി പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായത്. അപ്പോഴേക്കും മനുവേട്ടൻ എനിക്ക് അഭിമുഖമായി ഇരുവശങ്ങളിലുമായി വന്നു നിന്നു. മനുവേട്ടൻ എന്നിലേക്ക് അടുക്കുന്തോറും എൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞു തീരും മുന്നേ മനുവേട്ടൻ്റെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മനുവേട്ടനെ തള്ളി മാറ്റി പോകാൻ ഒരുങ്ങിയതും
മനുവേട്ടൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നീ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. അന്ന് ഞാൻ നിന്നെ കണ്ട ദിവസം തന്നെ തീരുമാനിച്ചതാ, എനിക്ക് ഈ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീയാണെന്ന്. നിനക്കൊരു ജീവിതമുണ്ടെങ്കിൽ അതെൻ്റെ കൂടെ ആയിരിക്കും. ഇല്ല, അത് പറ്റില്ല എന്നൊക്കെ പറയാൻ നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അത് നീ അങ്ങ് മറന്നേക്കാം. നീ എനിക്കുള്ളതാണ്. അത്രയും പറഞ്ഞിട്ട് മനുവേട്ടൻ എൻ്റെ കയ്യിലെ പിടിവിട്ടു. ഞാൻ വേഗം തന്നെ മുറി തുറന്ന് പുറത്തേക്ക് പോയി. വീട്ടിലെത്തിയിട്ടും മനുവേട്ടനെ കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഞാനങ്ങനെ മനുവേട്ടനെ ഇല്ല, ആ അമ്മ എന്നെ സ്വന്തം മോളായ കാണുന്നത്. പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയെന്ന് പറയും. ഇല്ല, അത് വേണ്ട. അങ്ങനെയൊക്കെ മനസ്സിലുറപ്പിച്ചെങ്കിലും അപ്പോഴും മനുവേട്ടൻ്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ. ഇന്ന് പതിവിലും നേരത്തെ ഞാൻ ചെമ്പകശ്ശേരിയിലെത്തി. മനുവേട്ടൻ്റെ മുന്നിൽ ചെന്ന് പെടല്ലേ എന്നായിരുന്നു പ്രാർത്ഥന. നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. വസുന്ധരാമയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മനുവേട്ടൻ ഇതെവിടെ പോയി? ഈ നേരമായിട്ടും കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ അമ്മയുടെ മുറിയിൽ ഉണ്ടാകുന്നതാണ്. ഈ ഹോസ്പിറ്റലിൽ പോയി കാണുമോ? എന്തേലും എമർജൻസി കാണും. വലിയ കാർഡിയോളജിസ്റ്റ് അല്ലേ? ഞാൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയെങ്കിലും മനസ്സിപ്പോഴും മനുവേട്ടൻ്റെ അടുത്താണ്. ഇന്നത്തെ ദിവസം ഞാൻ മനുവേട്ടനെ കണ്ടതേയില്ല. എനിക്കെന്തോ വിഷമം പോലെയായിരുന്നു. ഒരു ദിവസം കാണാതിരുന്നപ്പോൾ മനസ്സിൽ എന്തോ ഭാരം കയറ്റി വെച്ചതുപോലെ തോന്നി. എന്നാൽ പിറ്റേ ദിവസവും അതിനടുത്ത ദിവസങ്ങളിലും ഒന്നും തന്നെ ഞാൻ മനുവേട്ടനെ കണ്ടതേയില്ല. ആദ്യമൊക്കെ അമ്മയോട് ചോദിക്കണമെന്ന് കരുതിയെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും മനസ്സ് മുഴുവൻ മനുവേട്ടനായിരുന്നു. എനിക്ക് മനുവേട്ടന് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ഓരോ ദിവസവും ചെമ്പകശ്ശേരിയിലേക്ക് പോകുമ്പോൾ മനുവേട്ടൻ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിലും നിരാശയായിരുന്നു ഫലം. ദുഷ്ടൻ, ഒരു വാക്ക് പോലും പറയാതെ പോയി. നീ വരട്ടെ, ഇഷ്ടമാണത്രേ. എന്നിട്ടൊന്നും വിളിക്കുക പോലും ചെയ്തില്ല. വരട്ടെ. മഹി മോളെ, നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ല, നീ എന്തോ പറയുന്ന പോലെ തോന്നി. ഒന്നുമില്ല അമ്മേ, അമ്മ ഉറങ്ങിക്കോ. ഭാഗ്യം, അമ്മയൊന്നും കേട്ടില്ല. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉസ്മാനിക്കയെക്കുറിച്ച് ഓർത്തത്. ഈ കേക്ക് കണ്ടിട്ട് വേണം എനിക്ക് വേണ്ടതൊക്കെ അറിയാൻ. എന്തായാലും നാളെ ഒന്ന് അവിടെ വരെ പോകണം. ആഴ്ച 2 ഇതുവരെ മനുവേട്ടൻ എവിടെയാണെന്നോ എപ്പോൾ വരുമെന്നോ ആരും പറയുന്നത് കേട്ടില്ല. ആ കടുവയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യുന്നില്ല. ഇത് എവിടെ പോയതാണോ? വരട്ടെ, ഞാൻ ഇനി മിണ്ടത്തില്ല. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നടന്ന് ഉസ്മാനിക്കയുടെ വീടെത്തിയത് അവൾ അറിഞ്ഞില്ല. നോക്കിയപ്പോൾ മുറ്റത്ത് നിറച്ച ആളുകൾ. അകത്തു നിന്ന് ആരുടെയൊക്കെയോ കരച്ചിൽ കേൾക്കാം. നല്ല മനുഷ്യനായിരുന്നു, എല്ലാവർക്കും സഹായി. എന്ത് പറയാനാ, മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാരോ പറയുന്നത് കേട്ടു. എൻ്റെ കാലുകൾ പതിയെ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് തന്നെ കുറച്ചാളുകൾ ഉമ്മറത്തുള്ള കട്ടിലിൽ ആരെയോ കൊണ്ടുവന്ന് കിടത്തി. ആ മുഖം കണ്ടതും ഞാനൊന്ന് ഞെട്ടി. ഉസ്മാനിക്ക. എൻ്റെ ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു. ഞാൻ മെല്ലെ അങ്ങോട്ട് നടന്നു. കണ്ണുകൾ നിറയാൻ തുടങ്ങി. ശരീരമാകെ തളരുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. കോയമ്പത്തൂർ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായതാ. ഹോസ്പിറ്റലിൽ എത്തിക്കും മുന്നേ ആള് പോയി. അങ്ങനെ ആരോ പറയുന്നത് കേട്ടു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കണ്ണ് തുറന്നപ്പോൾ കണ്ടത് കരഞ്ഞു തളർന്നിരിക്കുന്ന ഐഷുവിൻ്റെ മുഖമാണ്. പാവം, അവൾക്ക് വാപ്പ എന്നാൽ ജീവനായിരുന്നു. എനിക്കും ഉസ്മാനിക്കയെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കണ്ടത്. തിരിച്ചും എന്നോട് അങ്ങനെ തന്നെയായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ പതിയെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. ഉസ്മാനിക്കയായിരുന്നു എൻ്റെ ഏക ആശ്രയം. ഇനി അച്ഛനെയും അമ്മയും ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും എൻ്റെ ദേവി? എന്തൊക്കെയോ ആലോചിച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ വന്നു വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. കുറച്ചു നേരം മുറ്റത്ത് വന്നിരുന്നു. മനസ്സ് ശാന്തമല്ലാത്ത പോലെ തോന്നി. 2 ദിവസത്തേക്ക് ലീവ് എടുത്താലോ എന്ന് കരുതി പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അവിടെ ചെല്ലുമ്പോൾ മനസ്സൊന്ന് ശാന്തമാകും. പിന്നെ നാളെ അച്ചു വരുമെന്ന് അമ്മ പറഞ്ഞിരുന്നു. അവളുടെ എക്സാം കഴിഞ്ഞു. അവളുള്ളപ്പോൾ എന്തോ സമയം പോകുന്നത് അറിയില്ല. അതുകൊണ്ട് തന്നെ പോകാൻ തീരുമാനിച്ചു.